ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഠിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്, അത് മാത്രം നീ ചെയ്താൽ മതി. ശരി സർ. അമ്മേ, ആ പത്മാവതി ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ടു. പത്മാവതി ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോ? ആ അതെ അമ്മേ, ഇവിടുന്ന് രക്ഷപ്പെട്ടു. നീ ഫോൺ വെക്കേ. രക്ഷപ്പെട്ടല്ലേ പത്മാവതി, നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അവൾ ആളിക്കത്തുന്ന തീയാവും, കൊടും കാറ്റാവും, നിന്റെ നേരെ വരും. നിന്റെ മരണം അടുത്തിരിക്കുന്നു അംബികെ. എന്താണോ നോക്കി നിൽക്കുന്നേ? ഇവൻ വെല്ലുവിളിക്കുന്ന കേട്ടില്ലേ? അവളെ അങ്ങനെ വിടരുത്. അവളെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ശരിയമ്മേ. അവളെ ഏത് വിധേനയും നശിപ്പിച്ചില്ലെങ്കിൽ അവള് നമ്മളെ തകർത്ത് കളയും. കറക്കൊക്കെ കഴിഞ്ഞോടി. കറങ്ങുന്നതൊക്കെ വേറെ ചിലരല്ലേ. നീ എന്തു ഭാവിച്ചാടി? ഞാൻ ഒന്നും ഭാവിച്ചിട്ടില്ല അമ്മായി. അഹങ്കാര ഇവിടെ നാവിന്ന് വരുന്നത്. ഇവിടെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ അതേ തറവാടിനും കൂടി നാണക്കേടാ. തറവാടിനും നാട്ടുകാർക്കും ഒക്കെ നാണക്കേട് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. നീ എന്ത് കണ്ടിട്ടാടി ഇത്രയും ധിക്കാരം കാണിക്കുന്നേ? നിന്റെ അച്ഛനെ കണ്ടിട്ടാണെങ്കി അനുഭവം അറിയാലോ. പ്രതാപനെ, ഞാൻ പറയുന്നതേ കേൾക്കൂ. ഞാൻ വരച്ചിട്ട വരയിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ അവൻ ചലിക്കില്ല. അതാണല്ലോ ഈ വീടിന്റെ കഷ്ടകാലം. കഷ്ടകാലേ ഇതൊന്നും അല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാതെ ആര് ജീവിക്കുന്നു അവർക്കാണ് കഷ്ടകാലം. അതുകൊണ്ട് നീ എന്നോടുള്ള മത്സരം അവസാനിപ്പിച്ചോ. അല്ലെങ്കിൽ നിന്റെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരാ. ഇല്ല, ഒന്നുമില്ല ഏട്ടാ, ഒരു പ്രശ്നമില്ല. ആ പ്രതാപ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ തറവാടിന് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉണ്ട്. അതൊക്കെ നശിപ്പിക്കാതിരിക്കാനാ ഞാൻ ഈ പറയുന്നേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കരുത്. ഞങ്ങൾക്കൊന്നും അറിയില്ല പ്രതാപേട്ട. കാര്യം എന്താണെന്ന് ചേട്ടനോട് തുറന്നു പറയേച്ചി. എന്താ ചേച്ചി? നിന്റെ മകള് പിന്നെയും കണ്ടവരോടൊപ്പം രാത്രി സഞ്ചാരമൊക്കെ തുടങ്ങി. കണ്ടവരോടൊപ്പോ? ആ, നിന്റെ PA രാജുവായിട്ടാണെന്നാ ഞാൻ അറിഞ്ഞത്. രാത്രി കാലത്ത് ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഇങ്ങനെ തേരാ പാരാ നടന്ന നാട്ടുകാരെന്താ പറയാ?
നേരാണോ? ഞാൻ ഈ കേട്ടെ. ഞാനൊരു സംഭവം അന്വേഷിക്കാൻ വേണ്ടി പോയത് സത്യം തന്നെയാ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനെതിരായിട്ടാ ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചതിന് കൃത്യമായ തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറായിരുന്നു. ഛീ, നിർത്തടി. നീ ആരാടി അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഠിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അത് മാത്രം നീ ചെയ്താൽ മതി. ശരി സർ. മനസ്സിലായി സർ. ആരേട്ടാ അത്? വർമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. പ്രഭാകരൻ സാറ്. ദൈവമേ, എത്ര കൊല്ലമായി നമ്മൾ കണ്ടിട്ട്. അതേടോ, വർഷങ്ങൾ കുറേയായി അല്ലേ? അതെ. ആ സാർ വരൂ. നിങ്ങൾ ഇരിക്കാം. വരൂ സാർ. ആ. വരൂ സാർ, ഇരിക്കാം. ചേച്ചി കാണാൻ മനസ്സിലായോ? അത് പ്രഭാകരൻ സാറ് റിട്ടയർഡ് DIG-യാ. ആ